പിന്നെ അതിൻ്റെ തന്നെ സെയിം വൈഫൈ വരുന്ന മോഡലാണ് കാനോണിൻ്റെ 1300 മോഡൽ. 1300 നമ്മുടെ സ്റ്റാർട്ടിംഗ് റേറ്റ് നമുക്ക് കൊടുക്കാൻ വരുന്നത് 13,000 രൂപ നമ്മുടെ 1300 വിത്ത് ലെൻസ് ഉൾപ്പെടെ ഇരിക്കുന്നുണ്ട്. വൈഫൈ ഫീച്ചേഴ്സ് വരുന്ന ക്യാമറ. പിന്നെ അതിൻ്റെ ഇങ്ങനത്തെ ടൈപ്പ് ക്യാമറയൊക്കെ ഉണ്ട്. 10,000, 8,000 ആ റേഞ്ചിലൊക്കെ ഒരു സെമി പ്രൊഫഷണൽ ക്യാമറയാണ്. നല്ല ബോഡി ക്വാളിറ്റി ഒക്കെ വരുന്ന ക്യാമറാസ് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അടുത്ത മോഡൽ ഞാൻ കാനോണിൻ്റെ 3000 എന്ന് പറഞ്ഞ മോഡലാണ്. ഇപ്പോൾ റണ്ണിങ് ഇപ്പോൾ ഏകദേശം 10-35 രൂപ പുതിയ വിലയുള്ള സാധനമാണ്. 14,000 രൂപ നമ്മൾ സ്റ്റാർട്ടിങ് ചെയ്യുന്നത്. കണ്ടീഷനൊക്കെ നോക്കിയാൽ എല്ലാം കിട്ടില്ല കണ്ടീഷനും കിട്ടുന്ന വാറണ്ടി ഉൾപ്പെടെ നമുക്ക് നമ്മുടെ ഷോപ്പിൽ സ്വന്തമാക്കാം. അതാണ് നമ്മൾ പ്രത്യേകത. ഹായ് ഫ്രണ്ട്സ്, സനുവാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. തിരുവനന്തപുരം ജില്ലയിൽ ശ്രീകാര്യം എന്ന് പറയുന്ന സ്ഥലത്ത് RJ ക്യാമറാസ് എന്ന് പറയുന്ന ഷോപ്പിലാണ് നമ്മൾ വന്നേക്കുന്നത്. ഇഷ്ടംപോലെ പുതിയ ലെൻസുകളും ക്യാമറകളും ഫുൾ ഫ്രെയിം അല്ലാത്തത് വ്ളോഗ് ചെയ്യാൻ വേണ്ടി അങ്ങനെയുള്ള എല്ലാ ടൈപ്പ് ക്യാമറാസും വന്നിട്ടുണ്ട്. 5,000 രൂപ തൊട്ട് തുടങ്ങുന്ന ക്യാമറകളാണ് ഇരിക്കുന്നത്. ഒരു ഇൻറ്റ് ക്യാമറ ഉണ്ട്. ഇതിൻ്റെ വിശേഷം മൊത്തത്തിൽ പറഞ്ഞാൽ എനിക്ക് പറ്റത്തില്ല. അതിൻ്റെ ഓണർ ബാക്കിൽ നിൽപ്പുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പുള്ളിയോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. മുതലാളി, അപ്പം എങ്ങനെയാണ് ഇത്തവണത്തെ ന്യൂ ഇയർ കഴിഞ്ഞിട്ടുള്ള നമ്മുടെ ആദ്യത്തെ വീഡിയോ ആണ്. അപ്പോൾ എങ്ങനെയാണ് പുതിയ കളക്ഷൻസ് വന്നപ്പോൾ പിന്നെ ഏട്ടനെ വിളിച്ചാണ് ഇഷ്ടംപോലെ ക്യാമറാസ്, മിറർലെസ് ആയിക്കോട്ടെ എല്ലാ ക്യാമറാസും കിട്ടുന്ന ഓഫർ പിന്നെ നമ്മുടെ സ്റ്റോക്ക് ഇറക്കിയിട്ടുണ്ട് ഇഷ്ടം പോലെ. 5,000 രൂപ തൊട്ടാണ് 5,000 രൂപ DSLR സ്റ്റാർട്ടിങ് കൊടുക്കാം. നിക്കോണിൻ്റെ 5000 എന്ന് പറഞ്ഞ മോഡൽ ഫ്ലിപ്പ് സ്ക്രീൻ വരുന്ന അടക്കം വരുന്ന മോഡലാണ്. വെറും 5,000 രൂപ മാത്രമേ വിത്ത് കിറ്റിലെ കണ്ടീഷൻ എങ്ങനെയാണ്? ആവറേജ് കണ്ടീഷനാണ്. ചെറിയ ഡിസ്പ്ലേ ഷേഡ് കാണലൊക്കെ ഉണ്ട്. വരുന്ന റേറ്റ് നോക്കി വെറും 5,000 രൂപ മാത്രം റേറ്റ് വരുന്നത്. ബാറ്ററിയും സ്ട്രാപ്പും എല്ലാം ഉൾപ്പെടെയാണ് റേറ്റ് ചെയ്ത് 5,000 രൂപയ്ക്ക് നമുക്കൊരു ക്യാമറ സ്വന്തമാക്കാം. ഈ ബാറ്ററി കൊടുക്കുക എന്ന് പറയുന്നത് ഒരു ബാറ്ററിയാണോ? ഒരു ബാറ്ററിയാണ് നോർമൽ അതിൻ്റെ കൊടുത്ത് വരുന്ന ബാറ്ററി. ഒരു ബാറ്ററിയാണ് കൊടുക്കുന്നത്? അതെ അതെ. ബാറ്ററി, ചാർജർ, സ്ക്രാപ്പ് അതെ നോർമലായിട്ട് കൊടുക്കും. ബാഗ് ഉണ്ടെങ്കിൽ ബാഗും ചെയ്ത് കൊടുക്കും. ചെയ്യും. ബാഗ് എക്സ്ട്രാ വരുന്നുണ്ട്. പുതിയ ബാഗ് നമ്മൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ ചൂസ് ചെയ്താൽ അങ്ങനെ ചൂസ് ചെയ്യാം. വേറൊരു സംശയം, അതായത് ഇപ്പോൾ ഒരു ചാർജർ, ഞാൻ എൻ്റെ കൂടി ഇത് വെച്ച് ചോദിക്കുന്നത്, ഒരു ചാർജർ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സെക്കൻഡ് ചാർജർ കിട്ടുമോ? ചാർജറായിട്ട് ഇപ്പം ചെയ്യുന്നില്ല. നമുക്ക് പുതിയ ചാർജർ റെഡിയാക്കി കൊടുക്കാം. ഫ്രഷ് ചാർജർ. സെക്കൻഡ് ചാർജറായിട്ട് ചെയ്യുന്നില്ല. ഇല്ല, ഞാൻ ചോദിക്കുന്ന പറഞ്ഞാൽ ഇപ്പോൾ ഒറിജിനൽ മാർക്ക് 4ൻ്റെ ചാർജർ അത് നമുക്ക് സെക്കൻഡ് കിട്ടുമോന്നാ ഞാൻ ചോദിക്കുന്നത്. കിട്ടും. ഓക്കെ, അത് അങ്ങനെയുള്ളവർക്ക് അത് വാങ്ങാൻ കിട്ടുമല്ലോ എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാണ്. ഓക്കെ, പറഞ്ഞോ. നമുക്കിപ്പം പിന്നെ സ്റ്റാർട്ടിങ് D9 ഇങ്ങനത്തെ ടൈപ്പ് ക്യാമറയൊക്കെ ഉണ്ട്. 10,000, 8,000 ആ റേഞ്ചിലൊക്കെ ഒരു സെമി പ്രൊഫഷണൽ ക്യാമറയാണ്. നല്ല ബോഡി ക്വാളിറ്റി ഒക്കെ വരുന്ന ക്യാമറാസ് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. പിന്നെ വീഡിയോ ഔട്ട്പുട്ടും എല്ലാ കാനോണിൻ്റെ കുറച്ച് മോഡലിട്ട് പോയി കഴിഞ്ഞാൽ കാനോണിൻ്റെ 1100 ഒരു സീരീസ് വരുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ റേറ്റ് വരുന്നത് 7,000 രൂപ ആ റേഞ്ച് തൊട്ട് നമുക്ക് സ്റ്റാർട്ടിങ് കൊടുക്കാൻ പറ്റും. 1100. ഈ 7,000 രൂപയുടെ ക്യാമറ ആകുമ്പോൾ കണ്ടീഷൻ എങ്ങനെയായിരിക്കും? അതിന് കംപ്ലൈൻ്റ് ഒന്നുമില്ല. ആവറേജ് 16 മെഗാ പിക്സലും കാര്യങ്ങളൊക്കെ വരുന്നത് അത്യാവശ്യം ഫോട്ടോഗ്രാഫി എടുത്ത് പഠിക്കാനും എല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്ന മോഡലാണ് പറ്റുന്നത്. പിന്നെ 1200 എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ നല്ല പീസുകൾ ഇരിക്കുന്നുണ്ട്. ഒരു 10,000 രൂപ തൊട്ട് 14,000 രൂപ വരെ കണ്ടീഷൻ അനുസരിച്ച് 10, 12, 13 ഇഷ്ടം ഒരേ പീസിന് തന്നെ 6-7 കളക്ഷൻസ് നമ്മുടെ കാണും. പല വേരിയൻ്റെയും പല ക്വാളിറ്റിയിലുള്ള പീസ്. ഇത് കഴിഞ്ഞാൽ ആവറേജ് കുഴപ്പമില്ലാത്ത ബോഡിയാണ്. നമുക്ക് നല്ല ഫ്രഷ്നെസ് തന്നെ ഫീൽ ചെയ്യും. ചെറിയ ബഡ്ജറ്റ് എടുത്ത് പഠിക്കാനും യൂസ് ചെയ്യുന്നവർക്ക് പറ്റിയ ബെസ്റ്റ് മോഡലാണ് 1200. അതിൻ്റെ 4-5 പീസുകൾ ഇരിക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ തന്നെ സെയിം വൈഫൈ വരുന്ന മോഡലാണ് കാനോണിൻ്റെ 1300 മോഡൽ. 1300 നമ്മുടെ സ്റ്റാർട്ടിംഗ് റേറ്റ് നമുക്ക് കൊടുക്കാൻ വരുന്നത് 13,000 രൂപ നമ്മുടെ 1300 വിത്ത് ലെൻസ് ഉൾപ്പെടെ ഇരിക്കുന്നുണ്ട്. വൈഫൈ ഫീച്ചേഴ്സ് വരുന്ന ക്യാമറ. അതിൻ്റെ തന്നെ സെയിം വേരിയൻ്റ് തന്നെ 16, 17 പല ക്വാളിറ്റിയിലും പല റേഞ്ചിലുള്ള പീസുകൾ ഇഷ്ടം പോലെയാണ് നമ്മൾ സ്റ്റോക്ക് ഇരിക്കുന്നത്. അടുത്ത മോഡൽ ഞാൻ കാനോണിൻ്റെ 3000 എന്ന് പറഞ്ഞ മോഡലാണ്. ഇപ്പോൾ റണ്ണിങ് ഇപ്പോൾ ഏകദേശം 10-35 രൂപ പുതിയ വിലയുള്ള സാധനമാണ്. 14,000 രൂപ നമ്മൾ സ്റ്റാർട്ടിങ് ചെയ്യുന്നതാണ്. കണ്ടീഷനൊക്കെ നോക്കിയാൽ എല്ലാം കിട്ടില്ല കണ്ടീഷനും കിട്ടുന്ന വാറണ്ടി ഉൾപ്പെടെ നമുക്ക് നമ്മുടെ ഷോപ്പിൽ സ്വന്തമാക്കാം. അതാണ് നമ്മൾ പ്രത്യേകത. എല്ലാം കണ്ടീഷൻ നോക്കിയാൽ നിങ്ങൾ പുതിയത് അങ്ങനെ ഇന്ന് മേടിക്കുന്ന സെയിം കണ്ടീഷനുള്ള സാധനം പകുതി വിലയ്ക്ക് നിങ്ങൾക്ക് ഇവിടെ സ്വന്തമാക്കാം. അതിൻ്റെ തന്നെ 5-6 പീസ് ഇരിക്കുന്നുണ്ട്. അതിൻ്റെ തന്നെ വെളിയിലത്തെ മുകളിലെ 4000 എന്ന് മോഡൽ. ഇതൊരു 16 ആ റേഞ്ചിലൊക്കെ നമ്മൾ സ്റ്റാർട്ടിങ് ഇരിക്കുന്നത്. 16, 15 ആ റേഞ്ച് തൊട്ട് 4000 ഇരിക്കുന്നത്. 17,000 രൂപ വരെ കണ്ടീഷനും ക്വാളിറ്റി അനുസരിച്ച് പീസുകൾ മാറി ഇരിക്കുന്നത്. പിന്നെ ഇപ്പം റണ്ണിങ് വരുന്ന മുകളിൽ കാനോണിൻ്റെ 1500 എന്ന മുകളിൽ ഏകദേശം ഒരു 11,000 രൂപ തൊട്ട് 24 മെഗാ പിക്സലൊക്കെ വരുന്ന കാനോണിൻ്റെ 1500 ഇരിക്കുന്നുണ്ട്. 18, 20 ആ റേഞ്ചിലാണ് നമ്മളിപ്പോൾ സെല്ല് ചെയ്യുന്നത്. ഇതിലെല്ലാം വിത്ത് വാറണ്ടി ഉൾപ്പെടെയാണ് നമ്മൾ സെല്ല് ചെയ്യുന്നത്. അതിന് തന്നെ വെളുത്ത മോഡൽ 2000 24 മെഗാ പിക്സലും എല്ലാം വരുന്ന മോഡലാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് ഏകദേശം 18, 20, 22 വരെ കണ്ടീഷനും വാറണ്ടി അനുസരിച്ച്. ഈ വാറണ്ടി എന്ന് പറഞ്ഞല്ലോ എത്ര മാസം എന്നുള്ള പറയാം? ഇത് 1500 ചില പീസുകളിലൊക്കെ കമ്പനി വാറണ്ടി വരുന്നതാണ്. 3000 കമ്പനി വാറണ്ടി വരുന്നതാണ്. നോർമൽ ഏറ്റവും ബേസിക് മോഡൽ ക്യാമറാസിന് 1 മന്താണ് ചെക്കിംഗ് വാറണ്ടി കൊടുക്കുന്നത്. അല്ലാത്ത കുറച്ച് ബഡ്ജറ്റ് കൂടിയ 25-30 മേലോട്ടുള്ളതൊക്കെ 3 മാസം 6 മാസം വരെ വാറണ്ടി ചെയ്ത് കൊടുക്കുന്നത്.
എത്ര രൂപ തൊട്ടുള്ള ക്യാമറയ്ക്കാണ് വാറണ്ടി ഉള്ളത്? നമ്മുടെ നടക്കുന്ന എല്ലാ ക്യാമറയ്ക്കും 5000 രൂപയുടെ ആണ്. 5000 രൂപ എടുത്താലും അതിന് വാറണ്ടി ഉണ്ട്. അതിന് നിങ്ങൾ ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിയാൽ പിന്നെ നമുക്ക് ഉത്തരവാദിത്തം ഇടുന്നല്ല പറയുന്നത്. എല്ലാ ക്യാമറയ്ക്കും അതിൻ്റെതായ വാറണ്ടി നമ്മൾ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് തൃപ്തിപ്പെടണം, ഇത് ഓക്കെ ആണെന്ന് തോന്നി കഴിയുന്നതോടെ വരെ നമ്മൾ വാറണ്ടി തരാം. ഇപ്പോൾ 5000 രൂപയുടെ വേണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് ചെറിയ മാർജിൻ മാത്രമേ വരുന്നുള്ളൂ. നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് ഇറങ്ങിയാൽ വാറണ്ടി ഇല്ലെന്ന് പറയാം. പക്ഷേ ഇതിന് നമ്മൾ വാറണ്ടി വിട്ടാൽ വരുന്നത് നിങ്ങൾ ഉപയോഗിച്ച് നോക്കിയിട്ട് എന്തെങ്കിലും കംപ്ലയിൻസ് ഉണ്ടെങ്കിൽ നമുക്ക് റിട്ടേൺ കൊണ്ടുവരാം, വേറെ മുകളിലോട്ട് മാറിക്കൊടുക്കും, എക്സ്ചേഞ്ച് ചെയ്ത് മാറിക്കൊടുക്കും. പിന്നെ ഒരു വലിയ സ്ക്രീനൊക്കെ വരുന്ന മോഡലാണ് കാനോണിൻ്റെ 5500 മൈക്ക് ഔട്ട്പുട്ട് ഒക്കെ വരുന്ന മോഡലാണ്. 12000 14000 ആ റേഞ്ച് നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഇതിൻ്റെ എല്ലാം നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഓരോന്നിനും വില എടുത്ത് പറയാച്ചാൽ ഈ 5500 തന്നെ 7 പീസുണ്ട്, 2000 കാണും 5-6 പീസ്. എല്ലാത്തിൻ്റെയും പല വാറണ്ടിയും പല ക്വാളിറ്റിയുള്ള പീസുകൾ ഇഷ്ടം പോലെ സ്റ്റോക്ക് ഇരിക്കുന്നുണ്ട്. ഇപ്പം 600D ഫ്ലിപ്പ് സ്ക്രീനൊക്കെ നമുക്ക് തിരിച്ചു വെച്ച് സെൽഫി മോഡിലൊക്കെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റുന്ന കിട്ടുന്ന മോഡലാണ്. വിത്ത് ലെൻസ് ഉൾപ്പെടെ നമ്മൾ റേറ്റിംഗ് വരുന്നത് 14000 രൂപ, 15, 16 ആ റേഞ്ചിലാണ് നമ്മൾ സെല് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ ഈ 16000 രൂപ എന്ന് പറഞ്ഞ് ഏറ്റവും ടോപ്പ് കണ്ടീഷൻ അത് ടോപ്പാണ്. അതെ. അപ്പൊ അതിൽ താത്തുള്ളതും ഉണ്ട്, അത് താഴെ അതാണ് നമ്മൾ 13000 12000 രൂപയ്ക്ക് നമ്മുടെ ഇരിക്കുന്നുണ്ട്. അതെ, ചെറിയ ബോഡിയിലെ പോരായ്മ കംപ്ലൈൻസ് അല്ല, ചെറിയ സ്ക്രാച്ച് ഉപയോഗിച്ചതിൻ്റെ ആയിട്ടുള്ള വിഷയങ്ങളുണ്ട്. നമ്മൾ റേറ്റ് വ്യത്യാസം, അതിലെ റബ്ബർ പോയിട്ടുണ്ട്, റബ്ബർ ചെറിയ സ്ക്രാച്ച്. അതനുസരിച്ച് നിങ്ങൾക്ക് ക്വാളിറ്റി മതി, കണ്ടീഷൻ വിഷയമില്ലെങ്കിൽ നിങ്ങൾക്ക് കുറഞ്ഞ റേറ്റിന് ഇവിടെ സ്വന്തമാകും. ഓക്കെ. പിന്നെ 700 മുകളിലുണ്ട്. ഇതൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് വൈഫൈ വരുന്ന ടച്ച് സ്ക്രീനൊക്കെ വരുന്ന മുകളിലാണ്. ഒരു തരത്തിലുള്ള കംപ്ലയിൻസ് കാര്യങ്ങളൊന്നുമില്ല, ഡിസ്പ്ലേ ഷെയ്ഡോ കാര്യങ്ങളോ ഒന്നും തന്നെ വരത്തില്ല. ഇതിൻ്റെയൊക്കെ റേറ്റ് സ്റ്റാർട്ടിങ് വരുന്നത് ഒരു 17000 രൂപ തൊട്ട് നമുക്ക് ടച്ച് സ്ക്രീനുള്ള 700 കൊടുക്കാം. ഏകദേശം 22000 രൂപ വരെ കണ്ടീഷൻ അനുസരിച്ച് 18, 20 പല റേഞ്ച് നമുക്ക് സ്റ്റാർട്ടിങ് ഇരിക്കുന്നുണ്ട്. അതിൻ്റെ ഈ 700 തന്നെ ഏകദേശം 10-20 പീസ് എടുത്ത് നമ്മൾ സ്റ്റോക്ക് ചെയ്യുന്നത് സെയിം മോഡൽ തന്നെ. പിന്നെ ടച്ച് ഫ്ലിപ്പ് വൈഫൈ എല്ലാം കൂടി നോക്കുന്നവർക്ക് വേണ്ടി കാനോണിൻ്റെ 750D എന്ന് പറഞ്ഞ മോഡലുണ്ട്. ഏകദേശം 28000 രൂപയൊക്കെയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. നല്ല പീസുകൾ ഇരിക്കുന്നത് 30 രൂപയ്ക്കാണ്. ബ്രാൻഡ് ന്യൂ കണ്ടീഷൻ, ഉപയോഗിച്ചിട്ടില്ല, ഒരു 1000 ഫോട്ടോ താഴെ എടുത്തിട്ടുള്ളൂ. പിന്നെ എല്ലാവരും നോക്കിയെടുക്കുന്ന മോഡൽ കാനോണിൻ്റെ 200D എന്ന് പറഞ്ഞ മോഡൽ. ഏകദേശം 27000 രൂപ തൊട്ട് 200D ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ് ചെയ്യുന്നത്. ടച്ച് വൈഫൈ എല്ലാ തന്നെ ഫീച്ചേഴ്സൊക്കെ നിങ്ങൾക്കൊരു 50 ആണ് കിട്ടിയതിന് കിറ്റിലും ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും ഒക്കെ ചെയ്യാൻ പറ്റുന്ന മോഡലാണ്. അതിൻ്റെ തന്നെ 200D Mark II ഒക്കെ ഉണ്ട്, 4K റെക്കോർഡിങ് വരുന്നത്. ഏകദേശം ഒരു 33000 രൂപ തൊട്ട് നമ്മൾ സ്റ്റാർട്ടിങ് ചെയ്യുന്നുണ്ട് 200D Mark II. അതിൻ്റെ തന്നെ വാറണ്ടി ഉള്ള പീസുകളും വാറണ്ടി ഇല്ലാത്ത പീസുകളും ഇതൊക്കെ നല്ല പീസുകളാണ്. 36500 രൂപയ്ക്കാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. പക്ഷേ 6-7 മാസം വാറണ്ടിയും പെൻഡിങ് കമ്പനി വാറണ്ടി. ഈ 6-7 മാസം വാറണ്ടി കഴിഞ്ഞ് എന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റ് ആവുകയാണെങ്കിൽ ഇവിടെ തന്നെ കൊണ്ടുവന്ന് സർവീസ് ഉണ്ട്. നമുക്ക് സർവീസ് സപ്പോർട്ട് തരാം. നമുക്ക് സർവീസ് ചെയ്യുന്നവരുണ്ട്, അവരെ കൊണ്ട് നമുക്ക് എവിടെ കിട്ടുന്നേക്കാളും മാക്സിമം റേറ്റ് കുറച്ച് സർവീസും ചെയ്തു തരാം. പിന്നെ അതിൻ്റെ തന്നെ 250D വിലയിലത്തെ മോഡലാണ്. ഇതൊരു 35-36 രൂപയ്ക്കൊക്കെ 6 മാസം 7 മാസം വാറണ്ടി എടുത്ത് നമുക്ക് സ്വന്തമാക്കാം. പിന്നെ അതിൻ്റെ തന്നെ 77D എന്നൊക്കെ പറഞ്ഞാൽ ഡബിൾ ഡിസ്പ്ലേ 80D ഒക്കെ വരുന്ന സെയിം സ്പെക്ക് വരുന്ന ക്യാമറയാണ്. ഏകദേശം 30-32 രൂപ തൊട്ട് നമ്മുടെ സ്റ്റാർട്ടിങ് വരുന്നത്. 35000 വരെ കണ്ടീഷനും വാറണ്ടിയൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് റേറ്റ് വ്യത്യാസം വരും. ഇതൊക്കെയാണെങ്കിൽ 32000 രൂപ മാത്രം റേറ്റ് വരുന്നു 77D. അതിൻ്റെ തന്നെ പിന്നെ സെമി പ്രൊഫഷണൽ ക്യാമറ 70D ഇരിക്കുന്നുണ്ട്. ഏകദേശം 22000 രൂപയാണ് 70Dയുടെ റേറ്റ് വരുന്നത്. ടച്ച് സ്ക്രീൻ വൈഫൈ എല്ലാം വരുന്നുണ്ട്. 80D ഒക്കെ ആണെങ്കിൽ സെമി പ്രൊഫഷണൽ ക്യാമറ വർക്ക് എടുക്കാൻ തന്നെ യൂസ് ചെയ്യാൻ പറ്റും. ഏകദേശം 35000 രൂപയാണ് വിത്ത് ലെൻസ് ഉൾപ്പെടെ 80D നമ്മൾ റേറ്റിംഗ് ഇരിക്കുന്നത്. പിന്നെ 5D Mark II ഏകദേശം ഇതിൻ്റെ റേറ്റ് വരുന്നത് 12000 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. 5D Mark II വിത്ത് CF കാർഡ് ഉൾപ്പെടെ 12000 രൂപ. ഇപ്പോൾ CF കാർഡിൻ്റെ പരിപാടി ഇല്ലല്ലോ, SD കാർഡ് കൊടുക്കൂ. SD കാർഡ് ഇട്ട് SD കാർഡ് കൊടുക്കുക. പിന്നെ 5D Mark III കിഡലിൻ ഓഫാണ്, വെറും 16500 5D Mark III. നിങ്ങൾക്ക് പ്രൊഫഷണലായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി ഒരു 4 രൂപ കൊടുത്ത ലെൻസും കൊണ്ട് 20000 രൂപയ്ക്ക് നിങ്ങൾക്ക് വർക്ക് ചെയ്ത് തുടങ്ങാം. ഈ ഷട്ടറൊക്കെ എന്താ അടിച്ചിട്ടുണ്ടെന്ന് അറിയാൻ പറ്റുമോ? ഷട്ടർ നമുക്ക് ചെക്ക് ചെയ്ത് ഇന്ന് ഷട്ടറിൻ്റെ ഒരു വിഷയമില്ല, എന്ത് വേണമെങ്കിൽ അടിച്ചോളൂ, അത് കുഴപ്പമൊന്നുമില്ല. ഷട്ടർ മാറണമെങ്കിൽ വലിയ പൈസ ഒന്നും വരുന്നില്ല. അതായത് ഷട്ടർ കംപ്ലൈൻറ്റ് കാരണം നമ്മൾ ഫുള്ള് ചെക്ക് ചെയ്ത് വെച്ച പീസ് വാങ്ങുന്നില്ല. അതിൻ്റെ തന്നെ കുറച്ച് നല്ല പീസുകൾ വേണമെങ്കിൽ നല്ല പീസുകൾ ഇരിക്കുന്നുണ്ട്. ഇതൊക്കെ ആണെങ്കിൽ 22-23 ആ റേഞ്ചിലൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ Mark IV നോക്കി കഴിഞ്ഞാൽ ഏകദേശം 43-45 ആ റേഞ്ചിലൊക്കെ നല്ല മോഡലുകൾ 5D Mark IV ഇരിക്കുന്നുണ്ട് പീസുകൾ. Mark IV മാർക്കറ്റ് ഇടിച്ചിട്ടില്ലല്ലേ? ഞാൻ എപ്പോൾ വന്നാലും ഒരു 45 രൂപ ആ റേഞ്ച് വരെ ഇപ്പം സെയിലായി പോകുന്നുണ്ട്. ഇത് 6D ഏകദേശം ഒരു 16-15 രൂപ തൊട്ട് നല്ല ഷെയ്ഡൊന്നും ഇല്ലാത്ത നല്ല പീസുകളാണ് നിൽക്കുന്നത്. കണ്ടീഷൻ കുറഞ്ഞ പീസുകളുണ്ട്, ഇപ്പോൾ നമ്മൾ റെഡി സ്റ്റോക്ക് ഇരിക്കുന്നില്ല. ഇതൊക്കെ നല്ല പീസുകളാണ് ഇരിക്കുന്നത്.
ഡിസ്പ്ലേ ഷെയ്ഡോ ഒരു തരത്തിലുള്ള കംപ്ലയിൻസോ കാര്യങ്ങളൊന്നും വരാത്ത നല്ല പീസുകൾ ഇരിക്കുന്നുണ്ട്. പിന്നെ 6D മാർട്ട് 40-42 രൂപയ്ക്ക് നമുക്ക് സെല് ചെയ്യാൻ പറ്റും. പിന്നെ നിക്കോണിൻ്റെ കുറച്ച് ബേസ് മോൾഡ് ക്യാമറയ്ക്ക് പോയാൽ നിക്കോൺ 3200, 3100, 31 ഒക്കെ ആണെങ്കിൽ ഒരു 7000 രൂപ റേഞ്ചൊക്കെ വരും. 3200 ആണെങ്കിൽ 13-12,000 രൂപയ്ക്കൊക്കെ 24 മെഗാ പിക്സലാണ് ക്യാമറ നോക്കാം. പിന്നെ 3300 ഒക്കെ ഇരിക്കുന്നുണ്ട് 15,000 ആ റേഞ്ചിൽ നിങ്ങൾക്ക് നല്ല ഔട്ട്പുട്ടാണ്. നല്ല ഡെപ്ത് നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റുന്ന മോളാണ് 3300. പിന്നെ അതിന് 3400 ഇരിക്കുന്നുണ്ട്, 35 ഇരിക്കുന്നുണ്ട്. ഇങ്ങനത്തെ ഫ്ലിപ്പൊക്കെ വരുന്ന ക്യാമറ ഇരിക്കുന്നുണ്ട്. വെറും 12,000 രൂപ റേഞ്ച് ആവുന്നുണ്ട് നിക്കോൺ മോളിൽ നോക്കുന്നവർക്ക് വേണ്ടി. പിന്നെ നിക്കോൺ 5300 വിത്ത് 105 ലെൻസും ചേർത്ത് 24,000 രൂപ. എന്ന് വെച്ചാൽ ഈ ലെൻസിന് മാത്രം നല്ല റേറ്റ് വരുന്നുണ്ട്. സൂമും വൈഡ് ഒരുമിച്ചെടുക്കാൻ പറ്റുന്ന ലെൻസാണ്. അതിൻ്റെ തന്നെ കിറ്റ് ലെൻസ് ഇട്ട് നമ്മൾ ഇരിക്കുന്നുണ്ട്. ഏകദേശം 11,000-20,000 രൂപ തൊട്ട് നമുക്ക് 5300 ഇരിക്കുന്നുണ്ട്, 5600 ഇരിക്കുന്നുണ്ട്. ഇതൊക്കെ പല കണ്ടീഷനുള്ള ഈ പീസ് ഇരിക്കുന്നുണ്ട്. ഇതിൻ്റെ റേറ്റ് വരുന്നത് വെറും 25,000 രൂപ. ഇതിൻ്റെ റേറ്റ് വരുന്നത് 32,000 രൂപ. കണ്ടീഷൻ നിങ്ങൾ തന്നെ ഒരേ ക്യാമറ തന്നെ 8,000 രൂപ വ്യത്യാസം വരുന്നുണ്ട്. ഇതിന് ഷട്ടർ എന്ന് പറഞ്ഞാൽ 1500 ഷട്ടർ അടിച്ചിട്ടുള്ളൂ. ഇത് ഏകദേശം 10-25,000 ഷട്ടർ അടിച്ചിട്ടുണ്ട്. ഇത് ഷട്ടർ കുറവാണ്, എന്നാലും കണ്ടീഷൻ വാറണ്ടി അനുസരിച്ചാണ് ഇവിടെ റേറ്റ്. എന്നാൽ ഈ 1500 ഷട്ടർ എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആയിട്ട് ചെക്ക് ചെയ്ത് നമുക്ക് കൊടുക്കാം. ഇത് ഡെമോ ചെയ്യുന്ന പീസാണ്, ഒട്ടും ഉപയോഗിക്കാത്ത പീസ്. ഈ കണ്ടീഷൻ കാണുമ്പോൾ നിങ്ങൾക്കറിയാം. ഇതിന് കണ്ടീഷൻ കണ്ട് കുറച്ച് റെക്സിം ബോർഡുണ്ട്, കംപ്ലയിൻസ് ഒന്നുമില്ല. ഇതുപോലെ തന്നെ ഇത് വർക്ക് ചെയ്യും, ഒരു വിഷയമില്ല. ഈ ഇവിടുത്തെ റബ്ബർ പീസ് മിസ്സിംഗ് ഉണ്ട്, അങ്ങനെയുള്ള മിസ്സിങ്ങിൻ്റെ കേസൊക്കെ ഉണ്ട്. പിന്നെ അടുത്ത മോഡലിലേക്ക് പോയി കഴിഞ്ഞാൽ കുറച്ച് മിറർലെസ് ക്യാമറ നിങ്ങൾക്ക് പരിചയപ്പെടാം. അവിടെ നമുക്ക് ഇഷ്ടംപോലെ ക്യാമറ നിങ്ങൾക്ക് എല്ലാ മോഡലും എടുത്തു വെക്കാൻ ഇടയില്ലാത്തതുകൊണ്ടാണ്. ഏതെങ്കിലും മോഡലും വിറ്റുപോലും എല്ലാ തരം മോഡലും നമ്മുടെ ഇപ്പോൾ ഇരിക്കുന്നുണ്ട്, സ്റ്റോക്ക് റെഡി സ്റ്റോക്ക് ഇപ്പോൾ ഇരിക്കുന്നുണ്ട്. US 6, R6 അതൊക്കെ ആയിട്ട് ഇപ്പോൾ ഉണ്ടോ? 6ൻ്റെ ഇപ്പോൾ സ്റ്റോക്ക് ഇപ്പോൾ കഴിഞ്ഞിരിക്കുക. ഇപ്പോൾ നമുക്ക് മിറർലെസ് മോഡൽ നോക്കിക്കഴിഞ്ഞാൽ 6000 ഇതൊക്കെയാണെങ്കിൽ ഏകദേശം 23,000 തൊട്ട് സോണിയുടെ A6000 നമ്മൾ സ്റ്റാർട്ടിങ് ഇരിക്കുന്നുണ്ട്. നമുക്ക് നല്ല ഫോട്ടോഗ്രാഫിയൊക്കെ മിറർലെസ് എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെ എടുക്കാം. ഇന്നത്തെ 6000 വിത്ത് 16mm 2.8 ലെൻസ്. നിങ്ങൾ ഇന്ത്യയിൽ ഡിസൈൻ ചെയ്യുന്നവർക്ക് നിങ്ങളെടുത്ത വർക്കൊക്കെ വെളി കാണിക്കണമെങ്കിൽ വ്ളോഗ് വൈഡായിട്ട് എടുക്കാമെന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് വെറും 27,000 രൂപയ്ക്ക് ഈ ലെൻസ് ഉൾപ്പെടെ സ്വന്തമാക്കാം. പിന്നെ 6100 ഇരിക്കുന്നുണ്ട്. ഏകദേശം 38,000-40,000 രൂപയ്ക്ക് വാറണ്ടിയുള്ള പീസുകൾ നമുക്ക് സ്വന്തമാക്കാം. അതിൻ്റെ തന്നെ പല പീസുകൾ ഇരിക്കുന്നുണ്ട്. 6300 ഏകദേശം ആ സെയിം റേറ്റ് തന്നെ വരുള്ളൂ. 4K റെക്കോർഡിംഗ് ഒക്കെ വരുന്നത്. പിന്നെ വ്ളോഗ് ചെയ്യുന്നവർക്കാണെങ്കിൽ സെറ്റ് ബീറ്റർ എന്ന് പറഞ്ഞ മോളുണ്ട്. ഇതെല്ലാം നല്ല ബ്രാൻഡ് ന്യൂ കണ്ടീഷൻ 40 രൂപ അടുത്ത് ഇന്ന് റേറ്റ് വരുന്നുള്ളൂ. ഏകദേശം കമ്പനി വാറണ്ടി പെൻഡിങ് ചെയ്യുന്നു. 7M3 ആണെങ്കിലും 62,000 രൂപ തൊട്ട് 7M3 ഇപ്പോൾ നമ്മുടെ സ്റ്റോക്ക് ഇരിക്കുന്നുണ്ട്. സോണി 7M3 ആകുമ്പോൾ നമുക്ക് ഫ്ലിപ്പ് ചെയ്യാൻ പറ്റത്തില്ല. ഫ്ലിപ്പ് വരത്തില്ല. ഇത് ഈ ഒരു ആംഗിൾ മാത്രമേ ഫ്ലിപ്പ് വരുള്ളൂ, അത്രേ പറ്റത്തില്ല, 360 വരത്തില്ല. പിന്നെ ഇങ്ങനെ നോക്കിയാൽ M50 ഒക്കെ ആണെങ്കിൽ ഒരു 30,000 രൂപ തൊട്ട് നമ്മുടെ ഈ സ്റ്റോക്ക് ഇരിക്കുന്നുണ്ട്. നല്ല കണ്ടീഷനുള്ള പീസിൽ ഇരിക്കുന്നുണ്ട്. M50 Mark II ഇരിക്കുന്നുണ്ട്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 38,000 രൂപയ്ക്ക് വാറണ്ടി ഉള്ള കമ്പനി വാറണ്ടി ഉള്ള പീസുകൾ ഇരിക്കുന്നുണ്ട്. വാറണ്ടി ഇല്ലാത്ത പീസുകൾ ഇരിക്കുന്നുണ്ട് 35,000 രൂപയ്ക്ക് ഇരിക്കുന്നുണ്ട്. വാറണ്ടി കയ്യാറായ പീസുകൾ ഇരിക്കുന്നുണ്ട്. പിന്നെ സെറ്റ് മൗണ്ട് എല്ലാവരും നല്ല ചോദിക്കുന്ന മോഡലാണ് സെറ്റ് 50. ഇതെല്ലാം നിസ്സാരമായ 2-3 മാസം മാത്രം പഴക്കമുള്ള ഫുൾ ബോക്സും ബില്ലും വാറണ്ടി എല്ലാം ഉള്ള പീസുകളാണ്. 47-48 ആ റേഞ്ചിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും. പിന്നെ RP ഇരിക്കുന്നുണ്ട്. വിത്ത് അഡാപ്റ്റർ ഉൾപ്പെടെ 48,000 രൂപയ്ക്ക് നമുക്ക് സ്വന്തമാക്കാം. അഡാപ്റ്റർ എന്ന് പറയുമ്പോൾ അഡാപ്റ്റർ ഉൾപ്പെടെ ആണെങ്കിൽ 50,000 രൂപ വരും. അതെ, RF2EF അഡാപ്റ്റർ ഒറിജിനൽ അഡാപ്റ്റർ ഇട്ട് 50,000 രൂപ റേറ്റ് വരും. ബോഡി തന്നെ വേണ്ടവർക്ക് ബോഡി തന്നെ റേറ്റ് കുറച്ച് കൊടുക്കാം. അത് ഫുൾ ഫ്രെയിം അല്ലേ RP എന്ന് പറയുമ്പോൾ? പിന്നെ R50 ഇരിക്കുന്നുണ്ട്. ഇതെല്ലാം നിസ്സാര മാസങ്ങൾ മാത്രം ഉപയോഗിച്ച വളരെ ചെറിയ ഷട്ടറുകൾ മാത്രം അടിച്ച പീസുകളാണ് ഇരിക്കുന്നത്. പിന്നെ ST200, ST1 എന്നൊക്കെ പറയുന്നത് കിട്ടുന്ന മോഡലൊക്കെ ഇരിക്കുന്നുണ്ട്. ഇതിനൊക്കെ ഒരു 40,000 രൂപ മാത്രമേ ഉള്ളൂ. ഏകദേശം 90,000-1 ലക്ഷം രൂപ എടുത്ത് വിലയുള്ള സാധനമാണത്. നിസ്സാര പൈസയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും. ഇതൊക്കെയാണെങ്കിൽ 30-35 രൂപയ്ക്ക് എടുത്ത് ST200 സ്വന്തമാക്കാൻ പറ്റും. ഇങ്ങനത്തെ പവർ ഷൂട്ട് ക്യാമറയ്ക്ക് ഇതിപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ റീലിട്ടായിരുന്നു, ഇപ്പം തന്നെ സെയിലാവുകയും ചെയ്യും. അതുകൊണ്ടാണ് മാറ്റി വെച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇതുപോലെ നോക്കിക്കഴിഞ്ഞാൽ ബോക്സ് പീസ് സാധനങ്ങളൊക്കെ ചെറിയ ലൈറ്റായിട്ട് യൂസ് ചെയ്ത് ഈ 250യുടെ കണ്ടീഷൻ കണ്ടോ, പക്ക പുതിയ പീസ്. നിങ്ങൾ ഇന്ന് ബോക്സ് എങ്ങനെ പൊട്ടിച്ചെടുക്കുന്നു സെയിം കണ്ടീഷനുള്ള പീസുകൾ നമ്മൾ ചോദിക്കുന്നത്. 3500 ഇരിക്കുന്നുണ്ട്, R50 ഇരിക്കുന്നുണ്ട്, M50 Mark II, R10 ഒക്കെ ആണെങ്കിൽ 2 മാസം പഴക്കം 200 താഴെ ഷട്ടർ അടിച്ചിട്ടുള്ളൂ. അത്രേ എടുത്തിട്ടുള്ളൂ, 200 താഴെ ഷട്ടർ. പിന്നെ R100 ഇരിക്കുന്നുണ്ട്. ഇതൊക്കെ ആണെങ്കിൽ നല്ല ഫ്രഷ് കണ്ടീഷനുള്ള പീസുകൾ. പുതിയനേക്കാളും ഏകദേശം 10-15 രൂപ അടുത്ത് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും. പിന്നെ A6000 ഇതിരിക്കുന്നുണ്ട്, GoPros ഇരിക്കുന്നുണ്ട്, മൈക്ക്, DJയുടെ പോക്കറ്റ് ലെൻസുകൾ
ലെൻസൊക്കെ ഏകദേശം എത്ര രൂപ തൊട്ടായിരിക്കും തുടങ്ങുന്നത്? ലെൻസ് കിറ്റ് ലെൻസ് ആണ് നമുക്ക് സ്റ്റാർട്ടിങ് 1500 തൊട്ട് 18,000 സ്റ്റാർട്ടിങ് വരുന്നുണ്ട്. 50 ലെൻസ് ഒക്കെ ചെറിയ പോർട്രേറ്റ് ലെൻസ് ഒക്കെ ആണെങ്കിൽ 2500 3000 തൊട്ട് നമ്മൾ സ്റ്റാർട്ടിങ് എടുക്കുന്നുണ്ട്. പിന്നെ STM ലെൻസ് ഒക്കെ ആണെങ്കിൽ 5, 6 ആ റേഞ്ചിലൊക്കെ നമ്മുടെ സ്റ്റാർട്ടിങ് റേറ്റ് ഇരിക്കുന്നുണ്ട്. 85 ലെൻസ് ഒക്കെ ആണെങ്കിൽ ഒരു 8000 രൂപ തൊട്ട് 85 mm സ്റ്റാർട്ടിങ് ഇരിക്കുന്നുണ്ട്. പല റേഞ്ചിലുള്ള സാധനം കഴിക്കുന്നുണ്ട്. നിക്കോൺ 50 ഒക്കെ നല്ല ഫ്രഷ് കണ്ടീഷൻ 8000 രൂപയ്ക്ക് ഒട്ടും ഉപയോഗിക്കാത്ത പീസുകൾ ഇരിക്കുന്നുണ്ട്. 55 200 mm ലെൻസ് 4500 രൂപയ്ക്ക് ഇരിക്കുന്നുണ്ട്. 85 mm നിക്കോണിൻ്റെ ലെൻസ് 24-105 ഇതൊക്കെ 50 Z50 Z30 ഒക്കെ ഉപയോഗിക്കുന്നവർക്ക് നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ലെൻസാണ്. 50 250 ഇതൊക്കെ ആണെങ്കിൽ പകുതി വില പുതിയതിനേക്കാളും പകുതി വില താഴെ നമുക്ക് സ്വന്തമാക്കാൻ പറ്റും. 55 250 അതേ കണ്ടീഷൻ തന്നെ 6,500 പല ക്വാളിറ്റികൾ ഇരിക്കുന്നുണ്ട്. 72-ൻ്റെ 2.8 ടെലി ലെൻസ് നമ്മുടെ സ്റ്റോക്ക് ഇരിക്കുന്നുണ്ട്. 22,500 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. സോണിയുടെ സൂം ലെൻസ് വെക്കുന്നവർക്ക് സോണിയുടെ സൂം ലെൻസ് കൊടുക്കാം. 85 50 35 mm ഇരിക്കുന്നുണ്ട്. നിക്കോണിൻ്റെ ഇങ്ങനത്തെ ലെൻസ് 200 300 mm പീസ് സെൻസറൊക്കെ യൂസ് ചെയ്യാൻ വരുന്ന കിറ്റിലും മുകളിൽ ഇരിക്കുന്നുണ്ട്. 80-135 ലെൻസ് ഇതൊക്കെയാണെങ്കിൽ 7-8 സ്റ്റാർട്ടിങ് ഉണ്ട്. USM ലെൻസ് ആണെങ്കിൽ 10-11 റേഞ്ചിൽ 7200 7300 സിഗ്മയുടെ ലെൻസ് ഇരിക്കുന്നുണ്ട്. 4000 രൂപയ്ക്ക് മൈക്രോ ഉൾപ്പെടെ ലെൻസ് എടുക്കാൻ പറ്റും. 4000 രൂപ. വെളിയിൽ എന്തുണ്ട് അതിന് വില? പുതിയത് 15 രൂപ അടുത്ത് വരെ ആ റേഞ്ച് ഉണ്ട്. പിന്നെ ഇങ്ങനെ സൂമും വൈഡൊക്കെ എടുക്കാൻ പറ്റുന്ന ടാമറോൺ ലെൻസ് ഉണ്ട് 18-200 4000 രൂപ. ബാക്കി ലെൻസുകളും എല്ലാം നമ്മുടെ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട്. ഈ 4000 രൂപയുടെ ഒക്കെ ലെൻസിന് ക്വാളിറ്റി ഉണ്ടാവുമോ? പുതിയ ലെൻസ് എടുത്താലും സെയിം ക്വാളിറ്റി ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. സെക്കൻഡ് ക്വാളിറ്റിക്ക് ഒരു വ്യത്യാസം അല്ല, ഞാൻ ചോദിക്കുന്നത് പടം എടുത്തു വരുമ്പം അതിന്റെ ആയുസ് കുറയില്ലേ, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഇല്ല, അങ്ങനെ ലെൻസിന് അങ്ങനെ വിഷയങ്ങൾ കാര്യമൊന്നുമില്ല. ഇല്ല, നമുക്ക് ക്ലീനിങ് ഒക്കെ വളരെ നിസ്സാര പൈസയ്ക്ക് നമുക്ക് ഫംഗസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഒരു വിഷയം വരത്തില്ല. നിസ്സാര പൈസയ്ക്ക് നമുക്ക് ക്ലീൻ ചെയ്യാൻ ചില സ്ഥലങ്ങൾ നമ്മുടെ ഉണ്ട്. അപ്പോൾ എല്ലാത്തരം ആൾക്കാർക്കും എടുക്കാൻ പറ്റിയ, അതായത് പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫേഴ്സ് ആയിട്ടുള്ളവർക്കായാലും അല്ലാതെ വ്ളോഗ് കാര്യങ്ങൾ ചെയ്യുന്നവർക്കായാലും അല്ലാതെ ചുമ്മാ കറങ്ങി നടക്കുന്ന ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ടുള്ളവർക്കായാലും എടുക്കാൻ പറ്റുന്ന എല്ലാത്തരം ക്യാമറകളും ഇവിടെ കിട്ടുന്നതാണ്. 3 ഷോപ്പുകളാണ് ഇവിടെ ഉള്ളത്. അതായത് ഒന്ന് ശ്രീകാര്യം, അത് കഴിഞ്ഞിട്ടുള്ളത് കോട്ടയം, അത് കഴിഞ്ഞിട്ടുള്ളത് എറണാകുളം. അതിൽ ഈ കോട്ടയത്തെ സ്ഥലം മാറ്റമുണ്ട്. അതായത് ആ ഷോപ്പ് ഇപ്പം നിൽക്കുന്നിടത്ത് നിന്ന് മാറി ജംഗ്ഷൻ്റെ പേരെന്താണ്? ആ ജംഗ്ഷനിൽ തന്നെയാണ്, പക്ഷെ സ്ഥലം മാറിയിട്ടുണ്ട്. അപ്പം വരുന്നവർ ജസ്റ്റ് വിളിച്ചു ചോദിച്ചിട്ട് പറഞ്ഞു. കാരണം ആ സ്ഥലത്ത് തന്നെ അല്ല ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത്, വേറൊരു സ്ഥലത്തോട്ടാണ്. അപ്പം ഇവിടെ കാണിച്ച ഈ ക്യാമറകൾ ഏതെങ്കിലുമൊക്കെ എടുക്കാൻ താല്പര്യപ്പെടുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണം. അപ്പോൾ വണ്ടികളുടെ മാത്രമല്ല ഇത്തരത്തിലുള്ള വിശേഷങ്ങളും നമ്മളെ ചാനൽ വഴി വരുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസ് കാണാനും സാധനങ്ങൾ എടുക്കാനും താല്പര്യപ്പെടുന്ന എല്ലാവർക്കും ഉതകുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടെന്നുള്ള വിശ്വാസത്തോടു കൂടി ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുമ്പോൾ ബൈ.